ശരിക്കും ഒരൊറ്റ രൂപ എക്സ്ട്രാ ചിലവാക്കാതെ തന്നെ വെറും ഗൂഗിൾ ഷീറ്റ് യൂസ് ചെയ്തുകൊണ്ട് ശരിക്കും നമ്മളെ ബിസിനസ്സൊക്കെ ഇരട്ടി ലാഭം ഉണ്ടാക്കാൻ പറ്റും. പൊതുവിൽ എന്താ സംഭവിക്കുക, ബിസിനസ് വളർത്തണം എന്നുള്ള ഒരു ആംഗിളിൽ കൂടുതൽ ബ്രാഞ്ചിങ്ങിന് ഇട്ട് പോകും. ശരിക്കും എക്സിസ്റ്റിംഗ് ബിസിനസ്സിനെ കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യുക, കൂടുതൽ റിസൾട്ട് ടൈമിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനിൽ എത്തിയതിൻ്റെ ശേഷം അടുത്ത ബ്രാഞ്ചിനെ പറ്റി ആലോചിച്ചാൽ മതി. ശരിക്കും 2-3 ബ്രാഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് ചിലപ്പോൾ എക്സിസ്റ്റിംഗ് ബിസിനസ്സിന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും. ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം അവൻ പറയാൻ പോകുന്നത് റിപ്പോർട്ടിംഗ് ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണെന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷേ സംഭവിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും റിപ്പോർട്ടിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്ന സ്റ്റാഫിനോട് പറയും ഇന്ന് രാവിലെ ഇന്ന ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരണം, മാനേജർക്ക് അയച്ചു കൊടുക്കണം, ഇന്നക്ക് അയച്ചു കൊടുക്കണം എന്നൊക്കെ പറയും. ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മാർക്കറ്റിലാണെങ്കിൽ എത്ര ലീഡ്സ് വന്നു, എത്ര എണ്ണം ക്വാളിഫൈഡ് ആണ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ആയിരിക്കുമല്ലോ മാർക്കറ്റിംഗ് റിപ്പോർട്ടിംഗ് ഉണ്ടാവുക. പക്ഷേ ഇതെന്ത് ചെയ്യൂല, ഇത് പലപ്പോഴും പ്രോപ്പറായിട്ട് അത് രേഖപ്പെടുത്തി വെക്കുക. അത് ബേസ് ചെയ്തിട്ട് ഈ റിപ്പോർട്ട് വാങ്ങണം എന്താ, പിന്നീട് അനലൈസ് ചെയ്തിട്ട് ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് പലപ്പോഴും ചെയ്യൂല. ഇതിന് കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആവശ്യകത പെട്ടെന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഇതൊരു ബോറിംഗ് പരിപാടിയാണ്. നമുക്കൊരു സാധനം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അത് റിവാർഡ് സിസ്റ്റം ആണല്ലോ, ചെയ്യണിൽ നമുക്കൊരു ആനന്ദം കണ്ടെത്താൻ പറ്റണം. അതിന് ഏറ്റവും സിമ്പിളായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എന്തൊക്കെയാണ് കീ ഇത്തരം മെഷറൻസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിങ്ങിലോ സെയിൽസിലൊക്കെ ആണെങ്കിൽ എത്ര ലീഡ് വന്നു, എത്ര ഫോളോ അപ്പ് ഒരു ദിവസം ചെയ്തു, വന്ന ലീഡ്സിൽ എത്രത്തോളം ക്വാളിഫൈഡ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അത്തരത്തിലുണ്ടാവും. ഈ കാര്യങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ഷീറ്റിൽ എൻ്റർ ചെയ്ത് ഇടുക എന്നുള്ളതാണ്. ഡേറ്റ് ഇടുന്നു, എത്ര ലീഡ് എന്നുള്ള കോളത്തിൽ എത്ര ഡേറ്റ് ഇടുന്നു, മറ്റിടുന്നു, പിന്നെ അതിൻ്റെ റേഷ്യോ ഉണ്ടാവും. ഇപ്പോൾ എന്താ പറയുക, വന്ന ലീഡ്സിൽ എത്രത്തോളം ക്വാളിഫൈഡ് ഉണ്ട് എന്നുള്ള റേഷ്യോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര ശതമാനം മാർക്കറ്റിംഗ് സെറ്റാണെന്നുള്ളൊരു റേഷ്യോ നമുക്ക് കണ്ടെത്താൻ പറ്റില്ലോ. ഇങ്ങനെ ഫോർമുല സെറ്റ് ചെയ്തിട്ട് ആ റേഷ്യോസ് വരുന്നു. ഇതിങ്ങനെ ഇട്ട് പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 100 എൻട്രി ഒക്കെ ഉണ്ടെങ്കിൽ കാണുന്ന സമയത്ത് എന്താ ഒരു ബോറിംഗ് ഷീറ്റാണ്. ശരിക്കും ഒരൊറ്റ ഫീച്ചർ എക്സ്ട്രാ വെച്ചാൽ മതി. ആ സാധനങ്ങൾ ആ ഡാറ്റ വെച്ചിട്ട് ഒരു ഗ്രാഫ് ഉണ്ടാക്കാനുള്ള സിസ്റ്റം ഗൂഗിൾ ഷീറ്റിലുണ്ട്. ആ ഗ്രാഫ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും, ആ കയറി വരുന്നുണ്ട്, കുറയുന്നുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നല്ല കൂടുതലുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് അനാലിസിസിന് ഭയങ്കര എളുപ്പമാണ്. അത് മാത്രമല്ല നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്പീഡ് ഇങ്ങനെ കൂടുമ്പോൾ അതിങ്ങനെ ട്രാക്ക് ചെയ്യില്ല, അപ്പോൾ ഒരു ഡോപ്പമൈൻ റഷ് കിട്ടുന്നുണ്ടാവില്ല. അതേപോലെ ശരിക്കും ബിസിനസ്സിൽ ഇങ്ങനെ ഈ റിപ്പോർട്ടിംഗ് സ്ട്രക്ചറിനെ അല്ലെങ്കിൽ അനാലിസിസിന് ഒരു ഡോപ്പമൈൻ റഷൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കി നമുക്ക് എൻജോയബിൾ ആക്കാൻ പറ്റും. ഈ ഒരു കാര്യമാണ് പലപ്പോഴും മിസ്സാക്കല്. അപ്പോൾ സിമ്പിളി ഇത്ര കാര്യങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡോ അല്ലെങ്കിൽ സോഹോ അങ്ങനത്തെ വലിയ വലിയ സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതിനൊക്കെ മുന്നേ വെറും ഗൂഗിൾ ഫോമും ഗൂഗിൾ ഷീറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്തു തുടങ്ങുമ്പോൾ ഈ സ്റ്റെക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഗൂഗിൾ ഷീറ്റിൻ്റെ അകത്തുള്ള ഗ്രാഫ് ഫീച്ചർ യൂസ് ചെയ്താൽ അതെന്ത് ചെയ്യും, കുറച്ചുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വീക്കിലിയോ മന്തിലോ ഒക്കെ എന്ത് ചെയ്യുക, അനാലിസിസിന് ഇരിക്കാം. അപ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാറ്റണം, ഇങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസവും ഓരോ വീഡിയോസിലായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ എന്തായാലും ഡിസ്കസ് ചെയ്യാം.